നിരവധി സിനിമാ സീരിയൽ കഥാപാത്രങ്ങളിലൂടെ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം തിളങ്ങി നിന്നിരുന്ന നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു. ഏതാനും മാസങ്ങളായി കരൾരോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. നടൻ കിഷോർ സത്യയാണ് വിഷ്ണുപ്രസാദിൻ്റെ വേർപാട് ആദ്യം പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു സങ്കടവാർത്ത. വിഷ്ണുപ്രസാദ് അന്തരിച്ചു. കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കിഷോർ സത്യ കുറിച്ചത്. സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ ഭാരവാഹിയായ കിഷോർ സത്യയുടെ നേതൃത്വത്തിൽ വിഷ്ണുപ്രസാദിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള പണം സ്വരൂപിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് അകാല വേർപാട് സംഭവിച്ചത്. ഭാര്യയും 2 പെൺമക്കളുമുണ്ട് വിഷ്ണുപ്രസാദിന്. മൂത്ത മകൾ അഭിരാമി കരൾ നൽകാനും തയ്യാറായിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 30 ലക്ഷത്തോളം രൂപ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു കുടുംബവും അടുത്ത സുഹൃത്തുക്കളും. ഇപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത്. ചികിത്സാ സഹായമായി ആത്മാ സംഘടന അടിയന്തര സഹായമായി ഒരു തുക നൽകിയെങ്കിലും കരൾ മാറ്റിവെക്കാനുള്ള ഭീമമായ തുക കണ്ടെത്തുവാൻ കിഷോർ സത്യയുടെയും മോഹൻ ഐരൂരിൻ്റെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു. ഏറെ വർഷങ്ങളായി സിനിമകളിലും സീരിയലുകളിലുമെല്ലാമായി തിളങ്ങി നിൽക്കുന്ന നടനാണ് വിഷ്ണുപ്രസാദ്. നായകനായും വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള വിഷ്ണുപ്രസാദിന് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കുവാനും സാധിച്ചിരുന്നു. കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഭാര്യയും 2 പെൺമക്കളും സഹോദരിയുമൊക്കെ അദ്ദേഹം തിരിച്ചു വരാനുള്ള നിരന്തര പരിശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ഇതോടെയാണ് സിനിമാ സീരിയൽ സുഹൃത്തുക്കൾ വഴി പണം സ്വരൂപിച്ചു തുടങ്ങിയതും. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും നേരത്തെ ആരാധകർ അറിഞ്ഞത്. ഇപ്പോഴിതാ മരണവാർത്തയും ഞെട്ടലോടെയാണ് ആരാധകർ അറിയുന്നത്. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ്. സീരിയൽ രംഗത്ത് ഈ അടുത്തിടെ വരെയും അദ്ദേഹം സജീവമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതോടെയാണ് സീരിയലിൽ നിന്നും മാറുന്നത്. ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. നടന്റെ ഏറെ പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തുന്നത്. രാക്കൂയിൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എൻ്റെ മാതാവിലെ ജോൺസണും കനൽപ്പൂവിലെ ചെട്ടിയാരുമെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടന്റെ അഭിനയ മികവിന്റെ ഉദാഹരണങ്ങളാണ്. സുംബ ഇൻസ്ട്രക്ടറും ഫിറ്റ്നസ് ട്രെയിനറും ഫാഷൻ ഡിസൈനറും ക്ലാസിക്കൽ ഡാൻസറും ഒക്കെയായ കവിതയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ. സ്വകാര്യ ജീവിതത്തിനപ്പുറം സ്വന്തം കരിയറിനും പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന കവിതയ്ക്കും വിഷ്ണുവിനും 2 പെൺമക്കളാണുള്ളത്. അഭിരാമിയും അനാമികയുമാണ് മക്കൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.